ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ദേ ഇന്നിപ്പോ ഇക്കാടെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ അവിടുന്ന് ഉമ്മ ഇക്ക ഇത്തമാരും കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നെച്ചോറ്, ബീഫ് കറി, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ദേ രാവിലെ തന്നെ കൊച്ചിനെ ഉമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം വരുമ്പോഴത്തേക്ക് ഭയങ്കര ത്രില്ലാണ്. എന്നാൽ ഭയങ്കര പേടിയാണ്, ശരിയാവും എന്നാലും ഞാനങ്ങ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ചിക്കൻ ഫ്രൈ ഒക്കെ ഞാൻ വേറൊരു രീതിയിൽ ചെയ്തതാണേ. ഭയങ്കര ടേസ്റ്റിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തായിരുന്നു. സംഭവം സക്സസ് ആണെന്നാണ് തോന്നുന്നത്. എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇറങ്ങാൻ നേരത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും വിഷമമാവുമെന്നൊന്നും. അതുകൊണ്ട് ഒന്നിൻ്റെയും ടേസ്റ്റ് എനിക്കിപ്പോൾ ഓർമ്മ പോലുമില്ല. നല്ലപോലെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. എന്നാൽ എപ്പോഴും എനിക്ക് ഇങ്ങോട്ട് വരെ ഇടയ്ക്കൊക്കെ ചെയ്യും. എന്നാലും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഇറങ്ങാൻ നേരത്ത്. കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ട് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഡെലിവറിയും കഴിഞ്ഞ് 4 മാസമായിട്ട് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പോയി വരുന്ന അല്ലാണ്ട് കൂടുതലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് ഇറങ്ങാൻ നേരത്ത് നല്ല വിഷമവും കാര്യമൊക്കെ ആയിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ചാത്തന്നൂരിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ വീട്ടിൽ സത്യം പറഞ്ഞാൽ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലഗേജ് ഒക്കെ ഇറക്കി വെച്ച് ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ വലിയ പരിപാടി. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇട്ട് വരാവേ. അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.